ഹലോ എവരിവൺ. 2022 ജൂലൈയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസർ 2022 എ കംപ്ലീറ്റ് ഗൈഡ് ഇൻ മലയാളം. 50,000-ലധികം പേരാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. 2022 ഐസറിനെ കുറിച്ച് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളിലും ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഐസറിനെ കുറിച്ച് ഒരുപാട് മറ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഐസറിലെ അഡ്മിഷൻ പ്രോസസ്, എക്സാം ഡീറ്റെയിൽസ്, സീറ്റ് അവൈലബിലിറ്റി, സേവ് സ്കോർ ആൻഡ് കുറച്ച് ഇൻസൈഡർ ഇൻഫർമേഷൻസ്, അങ്ങനെ ഐസറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. The Indian Institute of Science Education and Research, ഐസർ, സയൻസ് എഡ്യൂക്കേഷന് വേണ്ടിയും റിസർച്ചിന് വേണ്ടിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഐസറുകൾ. ലോകോത്തര നിലവാരത്തിലുള്ള സയന്റിസ്റ്റുകളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഐസറുകൾ നിലവിൽ വരുന്നത്. ഐസറിൽ 2 അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാംസ് ആണുള്ളത്. 5 വർഷത്തെ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമും ഐസർ ഭോപ്പാലിൽ മാത്രമുള്ള 4 വർഷത്തെ BS പ്രോഗ്രാമും. അതിലെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിന്റെ കരിക്കുലം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 7 ഐസറുകളാണ് ഇന്ത്യയിലുള്ളത്. ഐസർ പൂനെ, കൊൽക്കത്ത, മൊഹാലി, തിരുവനന്തപുരം, ഭോപ്പാൽ, തിരുപ്പതി, ബറപ്പൂർ. ഇനി ഐസറിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാ നമുക്ക് നോക്കാം. ഐസറിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷ വഴിയാണ്. നിലവിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമാണ് ഐസറിലേക്കുള്ള അഡ്മിഷൻ ചാനൽ. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ നിന്ന് തുല്യമായി 15 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ആകെ 60 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് -1 മാർക്കും വീതമായിരിക്കും. ഉത്തരം എഴുതാതിരിക്കുകയാണെങ്കിൽ 0 മാർക്കാണ് ലഭിക്കുക. ആകെ 240 മാർക്കിനാണ് പരീക്ഷ. 180 മിനിറ്റ്, അതായത് 3 മണിക്കൂറാണ് സമയം. പല കുട്ടികളും ചോദിക്കാറുണ്ട് ഈ പരീക്ഷയുടെ സേഫ് ആയിട്ടുള്ള സ്കോർ എത്രയാണെന്ന്. പരീക്ഷ കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യുന്ന സ്കോർ കാർഡിൽ ഒരു കുട്ടിയുടെ മാർക്ക് കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന സേഫ് സ്കോർ നമ്മളുടെ ഐസർ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ അവരുടെ കീ നോക്കി മനസ്സിലാക്കിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. 120 മാർക്ക് വാങ്ങിയ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഐസറിൽ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഏറ്റവും ഡിമാൻഡ് കൂടുതലായിട്ടുള്ള പൂനെ പോലെയുള്ള ഐസറുകളിൽ അഡ്മിഷൻ കിട്ടാൻ 150-ലധികം മാർക്കാണ് സേഫ് സ്കോറായി വേണ്ടത്. ഐസറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുമുള്ള ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മെമ്പർ ആവാവുന്നതാണ്. ഇനി ഈ BSMS കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 സബ്ജക്റ്റുകളെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ് ഒരു ക്രൈറ്റീരിയ. ഐസർ ഭോപ്പാലിലെ BS കോഴ്സിന് +2 മാത്തമാറ്റിക്സ് നിർബന്ധമാണ്. പക്ഷേ BSMS കോഴ്സിന് മാത്തമാറ്റിക്സ് കമ്പൽസറി അല്ല. +2 ബോർഡിന് 60%-ലധികം മാർക്ക് ഉണ്ടാവണം എന്നതാണ് ക്രൈറ്റീരിയ. SC, ST, PWD കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 55%-ലധികം മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് നേരിട്ടോ 1 വർഷം റിപ്പീറ്റ് ചെയ്തോ അല്ലെങ്കിൽ മാക്സിമം 2 തവണ റിപ്പീറ്റ് ചെയ്തോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. IcerAdmission.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 2000 രൂപയാണ് ജനറൽ OBC വിഭാഗത്തിന്റെ ആപ്ലിക്കേഷൻ ഫീ. 1000 രൂപയാണ് SC, ST, PWD വിഭാഗത്തിലുള്ളവരുടെ ആപ്ലിക്കേഷൻ ഫീ. ഞാൻ പറഞ്ഞു 7 ഐസറുകളാണുള്ളത്. അതിൽ എല്ലാ ഐസറുകളിലും BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സ് ഉണ്ട്. ഐസർ ഭോപ്പാലിൽ മാത്രം 2 BS കോഴ്സുകളുണ്ട്. BS എക്കണോമിക് സയൻസ് ആൻഡ് BS എഞ്ചിനീയറിംഗ് സയൻസ്. അപ്പോൾ ഒരു കുട്ടിക്ക് 9 ചോയ്സുകളാണ് ആകെ ഉണ്ടാവുക. എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഐസർ അഡ്മിഷന്റെ ഒരു ടൈം ലൈൻ നമുക്ക് നോക്കാം. ഞാൻ ഈ ടൈം ലൈൻ പറയുന്നത് ഈ കഴിഞ്ഞ 2024-ലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഡേറ്റ് ബേസ് ചെയ്താണ്. ഏപ്രിൽ 1-നായിരുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത്. മെയ് 13-ാം തീയതി വരെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരുന്നു. ജൂൺ 1-ാം തീയതി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ജൂൺ 9-ാം തീയതി ആയിരുന്നു എക്സാം. ആൻസർ കീ വന്നത് അതേ ദിവസം തന്നെ. അതിനുശേഷം ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ജൂൺ 25-ന് റിസൾട്ട് അനൗൺസ് ചെയ്തു.
ജൂലൈ തുടക്കത്തോടു കൂടി കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ജൂലൈ അവസാനത്തോടു കൂടെ അഡ്മിഷൻ ആരംഭിച്ചു. ഓഗസ്റ്റ് മാസത്തിലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് സീറ്റ് മെട്രിക്സ് നോക്കാം. ആകെ 1818 സീറ്റുകളാണ് BSMS കോഴ്സിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ഐസർ തിരുവനന്തപുരത്തിലാണ്, 320 സീറ്റുകളാണ്. ഐസർ ഭോപ്പാലിലെ BS എഞ്ചിനീയറിംഗ് സയൻസിന് 84 സീറ്റുകളും എക്കണോമിക് സയൻസിന് 31 സീറ്റുകളും ഉണ്ട്. ഒരു വർഷം എത്ര കുട്ടികളാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നത് എന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ RTI ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലായത് ആകെ 96,087 കുട്ടികളാണ് ഈ വർഷം പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. അതിൽ 71,087 കുട്ടികൾ എക്സാം എഴുതി. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നും ഐസർ അല്ലാതെ മറ്റ് 2 കോഴ്സുകളിലേക്കും അഡ്മിഷൻ എടുക്കാൻ അവസരമുണ്ട്. ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. IIT മദ്രാസിലുള്ള BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, അതുപോലെ IIScയിലെ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാമിലേക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി അഡ്മിഷൻ എടുക്കാം. ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ. പക്ഷേ ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് നമ്മളെ കൺസിഡർ ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയി നമ്മൾ IIT മദ്രാസിന്റെയും അല്ലെങ്കിൽ IISc ബാംഗ്ലൂരിന്റെയും ഒഫീഷ്യൽ പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. +2 മാത്തമാറ്റിക്സ് കമ്പൽസറി ആണോ എന്നാണ് ഒരു ചോദ്യം. കമ്പൽസറി അല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിൽ ഏതെങ്കിലും 3 സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ് ക്രൈറ്റീരിയ. മാത്രമല്ല IITക്ക് ഒരു സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാത്സ് എഴുതിയില്ലെങ്കിലും ടെക്നിക്കലി ആ വിദ്യാർത്ഥി എക്സാം ക്ലിയർ ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് BSMSന്റെ കാര്യമാണ്. ഐസർ ഭോപ്പാലിലുള്ള BS കോഴ്സിന് +2 മാത്സ് നിർബന്ധമാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നതാണ് അടുത്ത ചോദ്യം. പറ്റും. ഡയറക്ട്ലി +2 കഴിഞ്ഞ ഒരു കുട്ടിക്കും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്കും റിപ്പീറ്റ് ചെയ്ത ഒരു കുട്ടിക്കും പരീക്ഷ എഴുതാൻ സാധിക്കും. അതായത് 2023 +2 കഴിഞ്ഞതോ 2024 +2 കഴിഞ്ഞതോ ഇനി 2025 +2 കഴിയാൻ പോകുന്ന ഒരു കുട്ടിക്കോ 2025 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ സാധിക്കും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലാതെ മറ്റേത് ചാനലിലൂടെയാണ് ഐസറിലേക്ക് അഡ്മിഷൻ എടുക്കുക എന്നതാണ് അടുത്ത ചോദ്യം. വേറൊരു ചാനലും ഇന്ന് നിലവിലില്ല എന്നതാണ് ഉത്തരം. ഐസറിലേക്കുള്ള അഡ്മിഷൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു ഐസറിൽ ജോയിൻ ചെയ്തതിന് ശേഷം മറ്റ് ഐസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നതാണ് അടുത്ത ചോദ്യം. അങ്ങനെ ഒരു ട്രാൻസ്ഫർ സാധ്യമല്ല. നമ്മൾ ഏത് ഐസറിൽ ജോയിൻ ചെയ്യുന്നോ അവിടെ തന്നെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. മാസ്റ്റർ പ്രൊജക്ടിന് വേണ്ടി മാത്രം മറ്റ് ഐസറുകളിലേക്കും പോവാവുന്നതാണ്. ഐസറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഇൻസ്പയർ സ്കോളർഷിപ്പ് എല്ലാവർക്കും ലഭിക്കുന്ന സ്കോളർഷിപ്പ് അല്ല. ഡയറക്റ്റ് +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ഒരാളാവണം. ബോർഡ് എക്സാമിലെ ടോപ്പ് 1% വരുന്ന ഒരു കുട്ടിയാവണം. ഇങ്ങനെയൊക്കെയാണ് ഇൻസ്പയർ സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി. ഇൻസ്പയർ സ്കോളർഷിപ്പിനെ കുറിച്ചും ഐസറിലെ കുട്ടികൾക്ക് ലഭിക്കാവുന്ന മറ്റ് സ്കോളർഷിപ്പുകളെ കുറിച്ചും വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഐസറിലെ ഫീസാണ് ഒരു പ്രധാന ചോദ്യം. ഓരോ ഐസറിലും സെമസ്റ്റർ ഫീസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 62,000 മുതൽ 69,000 വരെയാണ് സെമസ്റ്റർ ഫീസ് വരുന്നത്. ഐസർ തിരുവനന്തപുരത്തിന്റെ സെമസ്റ്റർ ഫീസ് 66,440 രൂപയാണ്. ഞാൻ ഈ പറഞ്ഞ ഫീസ് 2024 ഫീസാണ്. 2025 അത് മാറാനും സാധ്യതയുണ്ട്. ഐസറിൽ BSMS ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഡേ സ്കോളറായി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് സാധ്യമല്ല. ഐസർ ഒരു ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അതായത് ഐസറിന്റെ ഹോസ്റ്റലുകളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു കുട്ടിക്ക് BSMS കോഴ്സ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷന്റെ സമയത്ത് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെ പറ്റില്ല. BSMS കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി ആദ്യത്തെ 2 വർഷം എല്ലാ ബേസിക് കോഴ്സുകളും പഠിക്കും. അതിനുശേഷം മാത്രമേ ഏത് സബ്ജക്റ്റ് ആണ് മേജർ കോഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടതെന്നും ഏത് സബ്ജക്റ്റ് ആണ് മൈനർ കോഴ്സ് ആയി തിരഞ്ഞെടുക്കേണ്ടത് എന്നും തീരുമാനിക്കാൻ പറ്റുള്ളൂ. ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ കൂടെ തന്നെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് തന്നെ മേജർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം. ആദ്യത്തെ 2 വർഷത്തിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അതായത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മേജർ സബ്ജക്ട് ഫിൽ ആവുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്
ഏറ്റവും ഡിമാൻഡ് കൂടുതലുള്ള സബ്ജക്റ്റ് കൂടെയാണ് എങ്കിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അത് ലഭിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ സബ്ജക്റ്റ് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ മേജർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൂ. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഐസർ കഴിഞ്ഞാലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. ഐസറിലെ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഒരു ബഡ്ഡിംഗ് സയന്റിസ്റ്റിനെ വാർത്തെടുക്കാനുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ റിസർച്ച് കരിയറിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. റിസർച്ച് കൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ ജോബ്സ്, ഗവൺമെന്റ് ജോബ്സ്, ടീച്ചിങ്, സയൻസ് കമ്മ്യൂണിക്കേഷൻ, സയൻസ് ഇല്ലസ്ട്രേഷൻ, MBA, UPSC, ഓൺട്രപ്രണർഷിപ്പ്, അങ്ങനെ ഒരുപാട് കരിയർ സാധ്യതകളുണ്ട്. ഞാൻ ഈ കരിയറുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ ഐസറിന് ശേഷം ഈ കരിയറുകളിലേക്ക് പോയ ആളുകളുമായിട്ട് ഞാൻ നടത്തുന്ന ഇന്റർവ്യൂസും ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതും വാച്ച് ചെയ്യാവുന്നതാണ്. സയൻസിനോട് പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും പെർഫെക്റ്റ് ചോയ്സ് ആണ് ഐസർ. റിസർച്ചിന് വേണ്ടി സ്ട്രക്ചേർഡ് ആയി തയ്യാറാക്കിയ പ്രോഗ്രാമുകൾ കൊണ്ടും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് കൊണ്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഒരു ഗേറ്റ് വേ ടു എ വേൾഡ് ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷൻ ആണെന്ന് പറയാം. മേക്ക് ഷുവർ ടു പ്രിപ്പയർ വെൽ ഫോർ ദ IIT. Aim for a very safe score and follow the timeline closely. And best of luck on your journey to ISER. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഐസറിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഒരിക്കലും മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.